ചില സ്ഥലങ്ങളിലൊക്കെ പൂള എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ് എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ചിലർ മെൻഷൻ ആക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും കാലം പൂള എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. ചിക്കൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എല്ലും പാടയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് കിട്ടല്. പക്ഷേ ഇപ്രാവശ്യം നെയ്യും പാടയെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഭാഗങ്ങളും കുറച്ച് എല്ലും ഉള്ള പീസാണ് എടുക്കുന്നത്. അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 3 സ്പൂണോളം മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വിസിൽ വെക്കുക. ആ സമയം കൊണ്ട് ഈ കപ്പൊന്ന് മുറിച്ചെടുക്കുക, ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കുക. വെന്ത ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിക്കുക. പരിപാടി സിമ്പിൾ. ഒരു പുഡിംഗ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കനും പൂളയാണ് ഉണ്ടാക്കൽ എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ കമൻറ്റ് ചെയ്തു. അതേപോലെ എൻ്റെ ഫ്രണ്ടും ചോദിച്ചു പൂളക്ക് ബീഫല്ലേ അതിലരയിൽ ചിക്കൻ ഇടുമെന്ന് ചോദിച്ചു. ഞാൻ ചെറുപ്പം മുതലേ ഈ ചിക്കനും കപ്പയും കൂടെ കഴിച്ചിട്ടാണ് എനിക്ക് ശീലമായിട്ടുള്ളത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ബീഫിനോട് അത്ര ഒരു താല്പര്യം ഇല്ല കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഫ്രൈ അത് കുറച്ച് ആർഭാടാണ് കേട്ടോ, അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. പിന്നെ കുട്ടികൾക്ക് പൊരിക്കുമ്പോൾ നമ്മളൊരു സൈഡായിട്ട് നമുക്കും കൂടെ എടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ബീഫായാലും ചിക്കനായാലും മെയിൻ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി ഇങ്ങനെ കുനുകുന അരിഞ്ഞതും അതേപോലെ മല്ലിച്ചപ്പും കൂടെ മേലിലിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിന്നാലേ അതിനൊരു റാഹത്ത് കിട്ടുള്ളൂ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ബീഫിൻ്റെ ആൾക്കാരോട് ഇത് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ചിക്കൻ കൊണ്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ചോദ്യത്തിന്റെ ആവശ്യമില്ല, പക്ഷെ എന്റെ ഫേവറേറ്റ് ഇതാണ്.